ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ. ജന്മരാശിയിലാണെങ്കിലോ ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടും ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സൂര്യൻ്റെയും ബുധൻ്റെയും എല്ലാം സ്വാധീന ശക്തി ജന്മരാശിയിൽ വരുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അഷ്ടമഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിലോ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങളിൽ, ഭക്ഷണ ക്രമീകരണങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഈ ഒരു സമയങ്ങളിൽ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ഭാഗ്യാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള വ്യയസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മതലത്തിൽ വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും.